എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ തൂലികാനാമത്തിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യത്തെ 3 ക്ലാസ്സുകൾ കാണാത്തവര് പ്ലേലിസ്റ്റിൽ പോയി തീർച്ചയായിട്ടും വീഡിയോകൾ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്ന തൂലികാനാമത്തിലെ ആദ്യത്തെ തൂലികാനാമമാണ് കാനം ഈജെ. ഈജെ ഫിലിപ്പ് അഥവാ ഇലവുങ്കൽ ജോൺ ഫിലിപ്പ് എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. അദ്ദേഹത്തിന്റെ തൂലികാനാമം കാനം ഈജെ ആണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഇതിലെ കാനം എന്നത് അദ്ദേഹത്തിന്റെ ജന്മദേശമാണ്. കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് കാനം. ഈജെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പമുള്ള ആ ഇനീഷ്യലാണ്. ഇദ്ദേഹം നോവലിസ്റ്റ്, നാടകകൃത്ത്, കവി, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായിരുന്നു ബാഷ്പോദകം എന്ന കവിതാ സമാഹാരം. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി. കാനം ഈജെ 1967 തുടങ്ങിയ വാരികയാണ് മനോരാജ്യം. പൈങ്കിളി നോവലുകൾ എന്നും അറിയപ്പെട്ടിരുന്ന ജനപ്രിയമായ റൊമാന്റിക് ഫിക്ഷൻ നോവലുകളുടെ വിഭാഗത്തിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ജീവിതം ആരംഭിക്കുന്നു, പമ്പാനദി പാഞ്ഞൊഴുകുന്നു, ആ അരയേക്കർ നിന്റേതാണ് തുടങ്ങിയവ. അടുത്ത തൂലികാനാമമാണ് NK ദേശം. കുട്ടിക്കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് NK ദേശം. ഇതില് NK എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിന്റെ ചുരുക്ക രൂപമാണ്. ദേശം എന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടിന്റെ പേരാണ്. ആലുവയ്ക്കടുത്തുള്ള ദേശം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം NK ദേശം എന്ന് അറിയപ്പെടുന്നത്. കവി, എഴുത്തുകാരൻ, നിരൂപകൻ തുടങ്ങിയ നിലയിലെല്ലാം ഇദ്ദേഹം പ്രസിദ്ധനാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ പെടുന്ന അന്തിമലഹരി അദ്ദേഹത്തിന്റെ ആദ്യ സമാഹാരമാണ്. അതോടൊപ്പം തന്നെ ധാരാളം ആക്ഷേപ ഹാസ്യ കാവ്യങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ ഉല്ലേഖത്തിന് 1982 ആദ്യ ഇടശ്ശേരി അവാർഡ് ലഭിച്ചു. 2007 അദ്ദേഹത്തിന്റെ മുദ്ര എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡും 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 2013 സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആശാൻ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. അതോടൊപ്പം 2017 പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ഇത് ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് NK ദേശം നടത്തിയ വിവർത്തനത്തിനാണ് ഇത് ലഭിച്ചത്. അടുത്ത തൂലികാനാമമാണ് കോഴിക്കോടൻ. കോഴിക്കോടന്റെ യഥാർത്ഥ നാമം അപ്പുക്കുട്ടൻ നായർ എന്നതാണ്. ഒരു ചലച്ചിത്ര നിരൂപകൻ എന്ന രീതിയിലാണ് ഇദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. കവി, സാഹിത്യകാരൻ എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. കോഴിക്കോടന്റെ അടച്ചോനിക്ക് സലാം എന്ന കവിതാ സമാഹാരത്തിന് 2002 ഹാസ്യ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരവും കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇതുവരെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല പരീക്ഷയ്ക്ക്, എന്നാലും അതൊന്ന് നമ്മൾ ഓർത്തു വെക്കുകയാണെങ്കിൽ, ഈ ഒരു അവസരത്തിൽ അത് ഓർത്തു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇദ്ദേഹത്തിന്റെ പേരില് നൽകപ്പെടുന്ന അവാർഡാണ് കോഴിക്കോടൻ പുരസ്കാരം. ഇത് കോഴിക്കോടൻ സ്മാരക സമിതിയാണ് ഈ അവാർഡ് നൽകുന്നത്. മലയാള സിനിമയെ കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകത്തിന് എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡാണ് കോഴിക്കോടൻ പുരസ്കാരം. കോഴിക്കോടന്റെ ചരമ വാർഷിക ദിനമായ ജനുവരി 20 ഈ അവാർഡ് സമ്മാനിക്കുന്നത്. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. അടുത്ത തൂലികാനാമമാണ് കേസരി. അപ്പൊ കേസരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കേസരി എന്ന പേരിൽ 2 എഴുത്തുകാരുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ എഴുത്തുകാരനെ നമുക്ക് ആദ്യം നോക്കാം. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന സാഹിത്യകാരന്റെ തൂലികാനാമം കേസരി എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം നിങ്ങൾ സാഹിത്യം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാകും. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി എഴുതിയത് ഇദ്ദേഹമാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന സാഹിത്യകാരന്റെ കേസരി എന്ന പേര് നമുക്കറിയാമല്ലോ. കേസരി എന്ന തൂലികാനാമം നമുക്കറിയാം അല്ലെ? അപ്പൊ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേറെയും 2 തൂലികാനാമം കൂടി ഉണ്ട് എന്നൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. അതിലൊന്നാണ് വജ്രസൂചി, അടുത്തതാണ് വജ്രബാഹു. ഓക്കെ, അപ്പം കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ 3 പേരിലും തൂലികാനാമങ്ങളുള്ള എഴുത്തുകാരനാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. പക്ഷെ അദ്ദേഹം കൂടുതൽ പ്രസിദ്ധനായിരിക്കുന്നത് കേസരി എന്ന തൂലികാനാമത്തിലാണ്. ഇദ്ദേഹം കേരള സഞ്ചാരി,
കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ഗോവ വിമോചനം നടത്തി ശ്രദ്ധേയനായ KP കണ്ടത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലും ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി ഒന്ന് ഓർക്കണം. ഇദ്ദേഹത്തിന്റെ പേരിൽ 2014 മുതൽ നൽകി വരുന്ന കേസരി നായനാർ പുരസ്കാരം 2024 ലഭിച്ചിരിക്കുന്നത് നാടക ചലച്ചിത്ര നടിയായ നിലമ്പൂർ ആയിഷയ്ക്കാണ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കേസരി നായനാർ പുരസ്കാരം. കേസരി എന്ന തൂലികാനാമത്തിൽ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു സാഹിത്യകാരനാണ് A. ബാലകൃഷ്ണപിള്ള. പത്രപ്രവർത്തകൻ, നിരൂപകൻ, ചരിത്രകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു കേസരി എന്ന് അറിയപ്പെടുന്ന കേസരി A. ബാലകൃഷ്ണപിള്ള. അദ്ദേഹം തുടങ്ങിയ പത്രങ്ങളായിരുന്നു പ്രബോധകൻ, കേസരി തുടങ്ങിയവ. ആധുനിക മലയാള നിരൂപകരിൽ ജോസഫ് മുണ്ടശ്ശേരി, MP പോൾ തുടങ്ങിയവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു നിരൂപകനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിരുന്നു കേസരിയുടെ ലോകങ്ങൾ, നവലോകം, രൂപമഞ്ജരി തുടങ്ങിയവ. കേസരിയുടെ പേരിൽ 5ഓളം സ്മാരകങ്ങളുണ്ട്. അതില് പരീക്ഷാ പ്രാധാന്യത്തിൽ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത് 2 സ്മാരകങ്ങളാണ്. ഒന്ന് കേസരി സ്മാരക മന്ദിരം, തിരുവനന്തപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2 കേസരി സ്മൃതി മണ്ഡപം, ഇത് പറവൂരാണ് സ്ഥിതി ചെയ്യുന്നത്.